സുഹൃത്തുക്കളെ, ഇത് കൊണ്ടോട്ടി പുളിക്കൽ ആലുങ്ങളിലൊരു സൈറ്റാണ്. ഇവിടെ ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഇവിടെ ഒരു 700 അടി ബോർവെല്ലുണ്ട്. ആ ഒരു ബോർവെല്ലിലേക്ക് പമ്പ് ഇൻസ്റ്റാൾ ചെയ്യാനാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. സാധാരണ HDD പൈപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ പമ്പ് ഫിറ്റ് ചെയ്യാറുള്ളത്. ഇവിടെ 700 അടി ആയതുകൊണ്ട് ഏകദേശം 210 മീറ്റർ താഴ്ചയുള്ളത് കൊണ്ട് നമ്മൾ HDD പൈപ്പിന് പകരം കോളം പൈപ്പാണ് ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി നമ്മളിവിടെ ടെക്സ്മോ പമ്പും കയറും കേബിളും എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോളം പൈപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ബോർവെല്ലിലേക്ക് പമ്പ് ഫിറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരേ. ഈ കാണുന്നതാണ് നമ്മുടെ ടെക്സ്മോ പമ്പ്. പെർഫോമൻസിലും ക്വാളിറ്റിയിലും എന്നും അടിപൊളിയാണ് ടെക്സ്മോ പമ്പുകൾ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു 700 അടി ബോർവെല്ലിലേക്ക് ഞങ്ങൾ ടെക്സ്മോ പമ്പ് സെലക്ട് ചെയ്തത്. പുഷ്പം പോലെ 700 അടിയിൽ നിന്നും വെള്ളം കരക്കെത്തിക്ക് മാറ്റാൻ. ഇത് കമ്പനി തന്നെ ഒരു കൂളൻ്റാണ്. നമ്മൾ വെള്ളത്തിന് പകരം കൂളൻ്റാണ് ഈ ഒരു പമ്പിൽ ഉപയോഗിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ചെയ്യുന്നത് ഡയറക്റ്റ് ആ കൂളൻ്റ് മോട്ടറിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മിനറൽ വാട്ടർ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കും. മിനറൽ വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ ചില കിണറിൽ ഇരുമ്പിൻ്റെ അംശം കൂടുതലായി കാണപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ ഉപ്പിൻ്റെ അംശവും കാണപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള വെള്ളം നമ്മൾ ഈ ഒരു മോട്ടറിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചാൽ ഭാവിയിൽ ആ ഒരു മോട്ടർ കേട് വരാനുള്ള സാധ്യത കൂടുതലാണ്. ആ ഒരു കംപ്ലൈൻറ്റ് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ഫിൽട്ടർ ചെയ്ത നല്ല പ്യുവർ ആയിട്ടുള്ള മിനറൽ വാട്ടർ ഈ ഒരു മോട്ടറിലേക്ക് ആഡ് ചെയ്യണത്. എല്ലാ കിണറിലെ വെള്ളത്തിലൊന്നും ഇരുമ്പിൻ്റെ അംശവും ഉപ്പിൻ്റെ അംശമൊന്നും കാണപ്പെടില്ല. നിർഭാഗ്യവശാൽ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ടൊരു പ്രശ്നമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ ഒരു ഫിൽട്ടർ ചെയ്ത വെള്ളം ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മുടെ പാനൽ ബോർഡ്. ടെക്സ്മോൻ്റെ പാനൽ ബോർഡ് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് പേടിക്കണ്ട. ഇതിൽ ഓട്ടോമാറ്റിക് കട്ട് ഓഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് യാതൊരു പേടിയും വേണ്ട. ഈ കാണുന്നതാണ് നമ്മുടെ കോളം പൈപ്പ്. ഈ ഒരു പൈപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ ആ ഒരു മോട്ടറും പമ്പും ആ ഒരു ബോർവെല്ലിലേക്ക് ഇറക്കാൻ പോകുന്നത്. ഈ ഒരു പൈപ്പിന് എല്ലാ അറ്റത്തും ത്രെഡാണ്. അത് നമ്മൾ ത്രെഡ് ചെയ്ത് വേണം ഇറക്കാൻ. ഈ ഒരു പൈപ്പിൻ്റെ ഒരു ലെങ്ത്ത് എന്ന് പറയുമ്പോൾ 3 മീറ്ററാണ്. അങ്ങനത്തെ ഏകദേശം 50-70ഓളം പൈപ്പുകളാണ് ഇവിടെ നമ്മൾ നിരത്തി വെച്ചിട്ടുള്ളത്. 210 മീറ്റർ നീളം ഉണ്ടാവും ഇത് നീളത്തിൽ വെച്ചാൽ. മറ്റു പൈപ്പുകളെ അപേക്ഷിച്ച് കോളം പൈപ്പ് ഉപയോഗിച്ച് ബോർവെൽ പമ്പ് ഫിറ്റ് ചെയ്യുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാക്കറ്റ് ഓയിൽ എടുത്തിട്ട് ഈ ഒരു ബക്കറ്റ് വെള്ളത്തിൽ കലക്കുകയാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കോളം പൈപ്പ് മുഴുവൻ ത്രെഡാണെന്ന്. അങ്ങനെ നമ്മൾ പമ്പ് ഫിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു പൈപ്പ് എടുത്തിട്ട് എന്ത് ചെയ്യും, ഈ ഒരു ത്രെഡുള്ള ഭാഗം ഈ ഒരു ഓയിൽ വെള്ളത്തിൽ മുക്കും. അങ്ങനെ മുക്കിയിട്ടാണ് നമ്മൾ ഓരോ പൈപ്പും ജോയിൻ്റ് ചെയ്ത് പോവുക. അങ്ങനെ ഈ ഒരു വെള്ളത്തിൽ മുക്കിയാൽ വളരെ ഈസി ആയിട്ട് നമുക്കത് ജോയിൻ്റ് ആയി കഴിയും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബക്കറ്റ് വെള്ളത്തിൽ നമ്മൾ ഓയിൽ കലക്കുന്നത്. അങ്ങനെ ഓസ് കോളറെല്ലാം ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ ഒന്നാമത്തെ പൈപ്പ് ഇതിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പൈപ്പ് ജോയിൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു മോട്ടർ ആ ഒരു കിണറിലേക്ക് ഇറക്കാൻ പോകുന്നത്, കയറൊക്കെ കെട്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പൈപ്പ് നമ്മൾ പൂർണ്ണമായി ഇറക്കില്ല, കുറച്ച് ഭാഗം കരക്കത്തേക്ക് കാണാം. എന്നാലേ നമുക്ക് രണ്ടാമത്തെ പൈപ്പൊക്കെ ഇതിലേക്ക് ഇങ്ങനെ ജോയിൻ ചെയ്ത് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ എന്തായാലും ആ ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം, എങ്ങനെയാണ് ഈ ഒരു പൈപ്പ് ഇതിലേക്ക് ജോയിൻ ചെയ്ത് പോകുന്നത് എന്ന്. പിടിച്ചോ. ടേബിളിൽ ഇടൂ. ശരിക്കും പിടിക്കാം. ഇത് ഈ വയറൊന്ന് കുത്തനെ പിടിച്ചിട്ടാണ്. അതിനൊരു പൈപ്പ് എടുക്കാൻ വന്നേ. ഒരു പൈപ്പ് പോട്ടെ. എഗ് പൈപ്പ് അവിടെ കട്ടല്ലേ? അവിടെ പിടിച്ചോട്ടെ. അവിടെ പിടിച്ചിട്ടുണ്ട്. നിൽക്കണമെന്നല്ല കേട്ടോ, ഞാൻ ഓയിലേ ഇതാ പാക്കറ്റ് ഇട്ടത്.
പോവാ എടുക്കട്ടോ അതൊക്കെ സാധാരണ പോയാൽ വിട്ടാ 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 ഇനി ഒറ്റ തീറ്റുണ്ടോ? വേണ്ട വേണ്ട അത് അടുക്കോരോന്ന് 3 മീറ്ററാണ് പൈപ്പ് 1.5 മീറ്ററിൽ കേബിൾ നോക്കണം കേട്ടോ. നിങ്ങൾ ഇത് പിടിച്ചാൽ അതിൻ്റെ അടുത്ത് തന്നാൽ നിങ്ങൾ ഇത് മാത്രം നോക്കിയാൽ മതി. കൈ വയറുള്ളൂ. നീ പോയിക്കോ. അല്ല നിങ്ങൾക്ക് ഇത് ഒരു രണ്ടെണ്ണം വെക്കാം. ഒരു 4 ഇഷ്ടം നോക്കാം. എന്നിട്ട് നമുക്ക് സാധാരണ ഇടുക്കി പൈപ്പ് 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 ഇത് PVC യാ? ഒരു ടൈ അടിക്കാം. കുടിക്കോട്ടെ സംഭവമാണെന്നേ. പിടിച്ചോളൂ. ഇത് പിടിച്ചോളൂ കേട്ടോ. ഏറെക്കുറെ ഞങ്ങളുടെ ജോലിയെല്ലാം ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇനി ഈ കാണുന്ന ഭാഗത്ത് ഓസ് കണക്ട് ചെയ്തിട്ട് പമ്പ് ഓൺ ചെയ്താൽ മാത്രം മതി. അങ്ങനെ ഓസ് എല്ലാം കണക്ട് ചെയ്ത് പമ്പ് ഓൺ ചെയ്തിട്ടുണ്ട്. ആ പോണ കാക്ക ഉണ്ടല്ലേ, അദ്ദേഹമാണ് ഈ സ്ഥലത്തിന്റെ ഓണർ. അദ്ദേഹം ആ പമ്പ് ഓൺ ചെയ്തതിന് ശേഷം ടെക്സ്മോ പമ്പിൽ നിന്നും 700 അടിയിൽ നിന്നും വെള്ളം വരുന്നത് കാണാനുള്ള ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് ആകാംക്ഷയാണെങ്കിൽ എനിക്കിവിടെ പേടിയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്ത ജോലിയിൽ ആ ഒരു ത്രെഡ് ടൈറ്റ് ആക്കുമ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചാൽ വെള്ളത്തിന്റെ അളവിൽ വളരെയധികം മാറ്റം സംഭവിക്കും. അതുപോലെ തന്നെ 700 അടിയിൽ നിന്നും വെള്ളം വരുമ്പോൾ അതിന്റെ ഫോഴ്സ് വളരെയധികം കുറവായിരിക്കും. അങ്ങനെ വന്നാൽ ഇപ്പോൾ ഇറക്കിയ അത്രയും ഭാഗം നമ്മൾ വീണ്ടും അഴിച്ചിട്ട് വീണ്ടും റീഫിറ്റ് ചെയ്യണം. ആ ഒരു ഭയത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എന്തായാലും എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. കണ്ടില്ലേ, 700 അടിയിൽ നിന്നും നമ്മുടെ ടെക്സ്മോ പമ്പിൽ നിന്നും അത്യാവശ്യം നല്ല ഫോഴ്സിലാണ് വെള്ളം വരുന്നത്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഇന്നത്തെ ദൗത്യം ഇവിടെ 100% വിജയിച്ചിരിക്കുകയാണ്. ഒരു കാര്യം കൂടി ഓർക്കണം കേട്ടോ, 700 അടി ആഴത്തിൽ നിന്ന് ഏകദേശം 210 അടി താഴ്ചയിൽ നിന്നാണ് ഈ ഒരു ഫോഴ്സിൽ നമുക്കിവിടെ വെള്ളം എത്തുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോകുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.